ഹോസ്പിറ്റൽ ലൈസൻസ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലിനിക് ലൈസൻസ് ആകുമ്പം വലിയൊരു സെറ്റപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല, വളരെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് മതിയായിരിക്കും. പക്ഷേ ഹോസ്പിറ്റൽ ലൈസൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇതുണ്ടായിരിക്കണം, പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ കിട്ടുന്നുണ്ടായിരിക്കും, പിന്നെ ബിൽഡിങ്ങിൻ്റെ സ്റ്റെബിലിറ്റി തുടങ്ങി നമ്മുടെ സാനിറ്ററി ഇൻസ്പെക്ഷൻ വരെ, ലിഫ്റ്റിൻ്റെ ലൈസൻസ് നോക്കിയിട്ട്, പിന്നെ ഫയർ സേഫ്റ്റിയുടെ അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റൽ ലൈസൻസ് ഒക്കെ ആയിട്ട് കിട്ടുന്നത്. അതുപോലെ ഒരു പ്രോപ്പർ ഹോസ്പിറ്റൽ എന്ത് എമർജൻസി ആണെങ്കിലും അത് ഹാൻഡിൽ ചെയ്യാനുള്ള അത്രയും ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടോ നോക്കിയിട്ടേ നമുക്ക് ഹോസ്പിറ്റൽ ലൈസൻസ് തരുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ സർട്ടിഫിക്കറ്റ്സ് കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു ജോയിൻറ്റ് ഡയറക്ടർ ഓഫീസിൽ നിന്ന് ഒരു ഡോമറ്റോളജിസ്റ്റ്, ഒരു ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, അതിനകത്ത് ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഒക്കെ അങ്ങനെ ഉണ്ടായിരിക്കും. അവരും കൂടി വന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ലൈസൻസ് കിട്ടുള്ളൂ. അത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് അത് വരത്തില്ല എന്നല്ല, അത് എപ്പോൾ വേണമെങ്കിൽ ഒരു ഇൻസ്പെക്ഷന് വേണ്ടി വരാം. ആ ഒരു സമയത്തും എല്ലാം പ്രോപ്പറായി ചെയ്തിട്ടുള്ള സമയത്ത് ഒരു ഹോസ്പിറ്റലായിട്ട് ലൈസൻസ് കിട്ടുള്ളൂ. ഇപ്പം പറഞ്ഞ ഇത്രയും സർട്ടിഫിക്കറ്റ്സ് ക്ലിനിക്കലായിട്ട് ഇങ്ങനെ ആവശ്യം വരത്തില്ല. അപ്പം ഞങ്ങളുള്ളത് ഹോസ്പിറ്റൽ ലൈസൻസ് ആണ്. അപ്പം ഞാൻ പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റ്സും പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം കിട്ടിയ ലൈസൻസേ ഉള്ളൂ. ഇത് ഹോസ്പിറ്റലും ഒരു ക്ലിനിക്കിനുമായിട്ടുള്ള ഡിഫറൻസ് ഇതാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ലിനിക്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു അടുത്തുള്ള ഹോസ്പിറ്റലായിട്ട് ടൈപ്പെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. 24/7 ഹോസ്പിറ്റൽ ഒരു ടൈപ്പെങ്കിലും ഉണ്ടായിരിക്കണം. ഇതേ ഉള്ളൂ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ.